നമസ്കാരം. മഴക്കാലം തുടങ്ങിയതോടെ ഈ പകർച്ചവ്യാധികളുമൊക്കെ പടരുകയാണ്. ഇതിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് ഷിഗല്ല. പ്രധാനമായും മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമൊക്കെയാണ് ഈ ഷിഗല്ല ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെത്തുന്നത്. സാധാരണ വയറിളക്കത്തേക്കാൾ ഗുരുതരമാകാൻ സാധ്യതയുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിലെ തിരിച്ചറിയുന്നതും കൃത്യമായ ചികിത്സ തേടുന്നതുമൊക്കെ രോഗം പടരുന്നത് തടയാൻ സഹായിക്കും. അപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം, വൃത്തിയുള്ള ഭക്ഷണം എന്നിവ മാത്രം കഴിക്കുക. പാകം ചെയ്ത ഭക്ഷണം ഉടൻ തന്നെ കഴിക്കുക. അതുപോലെ ഈ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തും അതുപോലെ തന്നെ പലതവണ ചൂടാക്കി കഴിക്കുന്നതുമൊക്കെ ഒഴിവാക്കണം. പഴങ്ങളും പച്ചക്കറികളും കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ഒപ്പം ഈ ആഹാരത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും ഒക്കെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ഇതൊക്കെ ചെയ്യുക വഴി നമുക്കും ഷിഗല്ലയെയും മറ്റ് പകർച്ചവ്യാധികളെയും ഒക്കെ പ്രതിരോധിക്കാം. എന്തായാലും ഇന്നും കുറേ വാർത്തകളുള്ളൊരു ദിവസമാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കോഴിക്കോട് നിപ്പ ബാധിതന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. 3 പേരുടെ പരിശോധനാ ഫലം ഇന്നറിയാം. കേന്ദ്ര സംഘം ഇന്നെത്തും. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക ലക്ഷ്യം. സംസ്ഥാനത്ത് ഷിഗല്ല പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. ഇന്നലെ മാത്രം പനിക്കായി ചികിത്സ തേടിയത് 12,000-ലധികം പേർ. ഫിഫ ലോകകപ്പിൽ ബോസ്നിയയ്ക്കെതിരെ സമനില പിടിച്ച് കാനഡ. അവസാന മിനിറ്റിൽ കാനഡയ്ക്കായി ഗോൾ നേടിയത് പകരക്കാരനായി ഇറങ്ങിയ കൈൽ ലാറിൻ. US പരഗ്വേ മത്സരം തുടരുന്നു. ഇന്ത്യ അഫ്ഗാൻ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വധഭീഷണി. കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. ഭീഷണി സന്ദേശം എത്തിയത് പോലീസ് കൺട്രോൾ റൂമിലേക്ക്. സൈബർ സെൽ അന്വേഷണം തുടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിൽ പുനഃപരിശോധിക്കണമെന്ന് ദേവസ്വം മന്ത്രി. ഉചിതമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്ന് കെ മുരളീധരൻ. വിവരങ്ങൾ ചോരുമെന്നും കേസ് നടത്തിപ്പിനെ ബാധിക്കുമെന്നും SIT. കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അടുത്തയാഴ്ച മഴ കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ്. കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരുന്നു. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഈ സംസ്ഥാനത്തും ഏറെ ആശങ്കയുണ്ടാക്കുന്നതായി ആണ് നിപ്പ. ഇപ്പോൾ നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട് എത്തുന്നുണ്ട്. ICMR NDCCയിലെ ഉദ്യോഗസ്ഥരാണ് കോഴിക്കോട് എത്തുക. അതേസമയം രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിയുണ്ട് കോഴിക്കോട് നിന്നും. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോട് കനത്ത ആശങ്കയായി നിലനിൽക്കുകയാണ് നിപ്പ. പക്ഷെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പല സാമ്പിളുകളുമൊക്കെ നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടുതൽ പേരുടെ ഫലം എത്തുമെന്നാണ് കരുതുന്നത്. ഒപ്പം കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നുണ്ടല്ലോ. പ്രധാനമായും ഏത് മേഖലകളിലൊക്കെയാണ് അവർ പരിശോധന നടത്തുന്നത്? കാരണം നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയുള്ളൊരു കാര്യമാണ്. മായ പറഞ്ഞതുപോലെ തന്നെ വലിയ വെല്ലുവിളി ഉയർന്നൊരു കാര്യം തന്നെയാണ് നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ഇന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നത്. ICMR NDCCയിലെ ഉദ്യോഗസ്ഥരാണ് ഇന്ന് കോഴിക്കോട് എത്തുക. കൃത്യമായിട്ടും നിപ്പയുടെ ഉറവിടം എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത വന്നിട്ടില്ല. ഇത്തവണയെങ്കിലും അത് കണ്ടെത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഏതായാലും രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമനാട്ടുകര നഗരസഭ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരത്തിൽ ഇവർ ഇന്ന് പരിശോധന നടത്തുക. കാരണം അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡൗൺ വൃത്തിയാക്കിയിരുന്നു. അതിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് നിപ്പ രോഗബാധയുടെ വൈറസ് കയറിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിലടക്കം ഒരു ചെറിയൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മറ്റൊരു കാര്യം പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ ഒരു സപ്പോട്ട മരം ഉണ്ടായിരുന്നു. ആ സപ്പോട്ട അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷമായിരിക്കാം അദ്ദേഹത്തിന് പനി അടക്കം വന്നത് എന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏതിൽ നിന്നാണ് അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കാൻ കാരണം എന്നുള്ള കാര്യത്തിലടക്കം ഇന്ന് പരിശോധനയിലൂടെ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ ആദ്യ ഡോസ് നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടാകുന്നു. ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം 10 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ 87 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതുപോലെ തന്നെ ലോ റിസ്ക്, അതുപോലെ തന്നെ ഹൈ റിസ്ക്, ഹയസ്റ്റ് റിസ്ക് എന്നീ കാറ്റഗറികളിൽ
12 പേരുകളുണ്ട്. അതുപോലെ തന്നെ ലോ റിസ്ക് കാറ്റഗറിയിൽ 67 പേരാണുള്ളത്. ഇങ്ങനെ 87 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഏതായാലും കോഴിക്കോട് ഇന്നലെ കൺട്രോൾ റൂം തുറന്നിരുന്നു. ഈ ഒരു കൺട്രോൾ റൂമിൽ തന്നെ ഈ സമ്പർക്ക പട്ടികയിലുള്ള ഈ 87 പേരെയും വിളിച്ച് അവരുടെ ആരോഗ്യനില ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് നേരം അവരെ വിളിച്ചുകൊണ്ട് ആരോഗ്യനില ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കോഴിക്കോടെല്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരുന്നു. 2 റൂട്ട് മാപ്പാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. ഈ 2 റൂട്ട് മാപ്പിൽ ആദ്യത്തെ സമയവ്യത്യാസത്തിലാണ് രണ്ടാമത്തെ തവണ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് മാപ്പിൽ അദ്ദേഹം 2 ദിവസം വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫറൂഖിലുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. അതിനുശേഷം ആശുപത്രികളിൽ പോയിരുന്നു. അങ്ങനെ ഈ 3-4 സ്ഥലത്താണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിലുള്ള ഫറൂഖ് പോസ്റ്റ് ഓഫീസ് അടച്ചിടാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ജീവനക്കാരോട് ക്വാറന്റൈനിൽ പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിവാര മേഖലയിൽ താമസിക്കുന്നവർ അറിയിപ്പുണ്ടാവുന്നവരെ കൂട്ടം ചേരരുത് എന്നടക്കമുള്ള, അതായത് പൊതുപരിപാടികളടക്കം നടത്തരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രാമനാട്ട് നഗരസഭയിൽ 5-ാം വാർഡിലുള്ള 286 വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ 12 പേർക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് നിപ്പയല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകളാണ് കോഴിക്കോട് സ്വീകരിച്ചിരിക്കുന്നത്. മായ, തീർച്ചയായും നിപ്പ ബാധിതന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ഇന്ന് കേന്ദ്ര സംഘം കോഴിക്കോട് എത്തുന്നുണ്ട്. രാമനാട്ടുകര മേഖലയിൽ ഉൾപ്പെടെ സംഘം പരിശോധന നടത്തും. ഈ നിപ്പയുടെ ഉറവിടം ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ വെല്ലുവിളിയാണ്. കഴിഞ്ഞ പല തവണയും ഈ നിപ്പ സ്ഥിരീകരിച്ചപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും അത്തരത്തിലൊരു ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഉറവിടം കണ്ടെത്തി കൂടുതൽ പ്രതിരോധ നടപടികളൊക്കെ ഊർജിതമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. അതുപോലെ തന്നെയാണ് ഈ ഷിഗല്ല കേസുകൾ, സംസ്ഥാനത്ത് കൂടുതൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനമുള്ളത്. ഇന്നലെ മാത്രം 18 പുതിയ കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതോടൊപ്പം തന്നെ പനി ബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 12,000-ലധികം ആളുകളാണ് ഇന്നലെ മാത്രം ചികിത്സ തേടിയത്. ഈ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എബി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഗുഡ് മോർണിംഗ് എബി. ഈ സംസ്ഥാനം ഇപ്പോൾ നമ്മൾ നിപ്പയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ആശങ്കയാണ് ഷിഗല്ല ബാധയും. അപ്പോൾ കൂടുതൽ പേർക്ക് ഷിഗല്ല സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല മലമ്പനി, ചിക്കൻ ഗുനിയ ഉൾപ്പെടെയുള്ളത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്? സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഈ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് മായ. എന്തായാലും ഈ സംസ്ഥാനം നിലവിൽ ഒരു പകർച്ചവ്യാധി ഭീഷണിയിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇന്നലെ വരെ വന്നിരിക്കുന്ന കണക്കുകൾ അതിലൂടെ വ്യക്തമാകുന്നത്. ഷിഗല്ല ഇന്നലെ മാത്രം 18 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് വയനാട് 7 പേര്, തിരുവനന്തപുരത്ത് 1, കൊല്ലത്ത് 1, തൃശ്ശൂരിൽ 2, മലപ്പുറത്ത് 3, കോഴിക്കോട് 4 എന്നിങ്ങനെയാണ്. ഷിഗല്ല ബാധിച്ച് ഇന്നലെ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ ഒരു 18 പുതിയ കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വെസ്റ്റ് നൈൽ രോഗവും ഇന്നലെ 6 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ആലപ്പുഴയിൽ 2, എറണാകുളത്ത് 3, തൃശ്ശൂരിൽ 1 എന്നിങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ. 56 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. 11 പേർക്ക് എലിപ്പനിയും 3 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 പേർക്ക് മഞ്ഞപ്പിത്തം, 94 പേർക്ക് ചിക്കൻ പോക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചു. പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. 12,441 പേരാണ് ഇന്നലെ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം ആളുകൾ എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്. ആരും സ്വയം ചികിത്സ എന്നുള്ള ഒരു നിലയിലേക്ക് പോകാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ആദ്യം ആശുപത്രിയെ തന്നെ സമീപിക്കുക, ഡോക്ടറോട് കാര്യങ്ങൾ പറയുക, ചികിത്സ തേടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പലരും സ്വയം ചികിത്സിക്കുകയും അത് പിന്നീട് കയ്യിൽ നിൽക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോകുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പിന്നീട് കാരണമാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നമ്മൾ പകർച്ചപ്പനി എന്നതിനപ്പുറത്തേക്ക് പകർച്ചവ്യാധി ഭീഷണി അല്ലെങ്കിൽ പകർച്ചവ്യാധി വ്യാപനമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം. മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് കർശനമായിട്ടുള്ള നിരീക്ഷണവും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മായ, ശരി. സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിൽ തന്നെയാണ്. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എബി സൂചിപ്പിച്ചതുപോലെ സ്വയം ചികിത്സ പാടില്ല. കാരണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ അത് ആശുപത്രികളിലൊക്കെ പോയി ചികിത്സ തേടുക. അപ്പോൾ എബിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം 3 വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലക്ഷ്മിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്.
ലക്ഷ്മി, ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇപ്പോൾ മലബാർ മേഖലകളിലൊക്കെ എങ്ങനെയാണ്? അവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയൊക്കെ ആയിരുന്നു. എന്തൊക്കെയാണ് ഈ മുന്നറിയിപ്പുകളിലുള്ള ഒരു മാറ്റം? മായ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോടും അതുപോലെ തന്നെ മലയോര മേഖലകളിലെല്ലാം അതിശക്തമായ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട്. നേരിയ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മലയോര മേഖലകളിലും മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്ന അവസ്ഥയിലേക്ക് അടക്കം ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളെല്ലാം മലയോര മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഏതായാലും ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ കണ്ണൂരിൽ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സാധ്യതയുള്ളതിനാൽ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നും അതുപോലെ തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നടക്കമുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം, അനാവശ്യമായി നദിയിലേക്ക് ഇറങ്ങരുത് എന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിലങ്ങാട് ഉൾപ്പെടെ, അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിലങ്ങാട് വലിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇതിൻ്റെ സാഹചര്യത്തിലെല്ലാം വിലങ്ങാടുള്ളവരോട് മാറി താമസിക്കണമെന്നടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മഴയുടെ തീവ്രത കുറയും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മായ, ശരി, സംസ്ഥാനത്ത് മഴയുടെ തീവ്രതയ്ക്ക് ഒരു ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം തന്നെ 3 വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വധഭീഷണി ഉണ്ടായിരിക്കുന്നു. കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചായിരുന്നു ഈ ഭീഷണി മുഴക്കിയത്. സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എബി ഒരിക്കൽ കൂടി ചേരുകയാണ്. എബി, ഈ കൺട്രോൾ റൂമിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഈ ഭീഷണി? മായ, ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കും എന്നുള്ള തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത്. പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും താൻ കൊലപ്പെടുത്തും, ആ നിലയ്ക്ക് തനിക്ക് പ്രശസ്തനാവണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞത്. 6238 തുടങ്ങുന്ന ഒരു നമ്പറിൽ നിന്നുമാണ് കോൾ വന്നിരിക്കുന്നത്. ആരാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പോലീസിനെ, ആ ഫോൺ എടുത്ത ആളെയൊക്കെ തന്നെ അസഭ്യം പറയുന്ന നിലയാണ് അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മായ, ശരി, വിവരങ്ങൾ കൂടുതൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ആരാണ് വിളിച്ചത്, എന്തൊക്കെയാണ് ഈ ഭീഷണിയിൽ ഉള്ളത് എന്നൊക്കെ. എന്തായാലും ഈ പോലീസുകാർക്കെതിരെ അസഭ്യവർഷമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയെ വധിച്ച് അതിലൂടെ തനിക്ക് ഫേമസ് ആവണം എന്നുള്ളൊരു ഉദ്ദേശമാണ് ആ ഭീഷണി മുഴക്കിയ ആൾക്കുള്ളത്. എന്തായാലും എബിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ ഉണ്ടായ വിവാദ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഇവരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഇന്ന് നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. അജയ് നാഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഈ പരമാവധി തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ് ഈ SITക്ക് മുന്നിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പലരും പ്രതികളെ തിരിച്ചറിയൽ പരേഡൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് അറിയുന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അറസ്റ്റ് ചെയ്താൽ 1 ലക്ഷം രൂപ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലും ഇവരെ വിട്ടയക്കണമെന്നാണ് കോടതി നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഈ സംഭവ സ്ഥലത്ത്, അതായത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. ഒപ്പം ഇന്നലെ ഇവരെ തിരിച്ചറിയുന്ന സാഹചര്യമുണ്ട്. ഈ പ്രതികളെ 5 പേരെയും ഈ മർദ്ദനത്തിനിരയായവരും ഒപ്പം ഈ വീഡിയോ ദൃശ്യം പകർത്തിയ ക്യാമറമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തുകയും ഇവരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാന വെല്ലുവിളിയായി SITയുടെ മുന്നിലുള്ളത് ഈ മർദ്ദനത്തിന് ഉപയോഗിച്ച ലാത്തി പോലുള്ള വടി, ആ വടി എവിടെ നിന്ന് ലഭിച്ചു, എവിടെയാണ് ഒളിപ്പിച്ചതെന്ന അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന നിലയിൽ SITക്ക് മുന്നിലുള്ളത്. അത് ഇതുവരെ കണ്ടെത്തുവാൻ SITക്ക് സാധിച്ചിട്ടില്ല. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടിയും ഈ പ്രതികൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ആ ഉപയോഗശേഷം അതാത് യൂണിറ്റിന് ആ വടി തിരികെ ഏൽപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അത് ലാത്തി അല്ലെന്നും മറ്റൊരു വടിയാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് SITക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇന്നും 10 മണി മുതൽ 4 മണി വരെയാണ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള സമയമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് 3-ാം ദിവസമാണ് ചോദ്യം ചെയ്യലിലേക്ക് നീളുന്നത്. എന്തായാലും കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് SIT ഉള്ളത്. അത് കേസിൽ കൂടുതൽ വഴിത്തിരിവുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ SIT സംഘമുള്ളത്. മായ, ശരി, ആലപ്പുഴയിൽ നിന്ന് അജയ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.
നീറ്റ് UG പുനഃപരീക്ഷ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കർശന നടപടി എടുക്കാൻ നിർദ്ദേശം. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി NTA ഡയറക്ടർ ജനറലുമായി യോഗം ചേർന്ന് പരീക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഈ മാസം 21-ന് നടക്കുന്ന പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറുകൾ എത്തിക്കാൻ വ്യോമസേനയുടെ സഹായം വിദ്യാഭ്യാസ മന്ത്രാലയം തേടിയിരുന്നു. പരീക്ഷാ നടത്തിപ്പിൽ മാറ്റങ്ങൾ വരുത്തി NTA കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. പരീക്ഷാ സമയം 15 മിനിറ്റ് വർദ്ധിപ്പിച്ചതും ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിലെ റഫ് പേജുകളുടെ എണ്ണം 4 ആക്കി ഉയർത്തിയതുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. നൈസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിയും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ജൂൺ 16 മുതൽ 17 വരെ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇവിയനിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. 18-ന് പാരീസ് സന്ദർശിച്ച ശേഷമാകും പ്രധാനമന്ത്രിയുടെ മടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി മുരാരി ബാബു അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. AT അശ്വതിയുണ്ട് വിവരങ്ങളുമായി. അശ്വതി, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? ഇന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു മുരാരി ബാബു ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടെ അന്ത്യം സംഭവിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിനൊരു സ്ഥിരീകരണം കൂടി വരാനുണ്ട്. ഒപ്പം മുരാരി ബാബുവിന്റെ മൃതദേഹം ഇവിടെ നിന്നും അമൃത ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, അതായത് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് മുരാരി ബാബുവിന്റെ പേരുകൾ വാർത്തകളിൽ നിറഞ്ഞത്. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിൽ മുരാരി ബാബുവിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ആദ്യം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ആളും മുരാരി ബാബുവാണ്. ഈ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു. 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം മുരാരി ബാബുവിന് ലഭിച്ചത്. ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു എന്നാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ മുരാരി ബാബു ഇടപെട്ടാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിന് അയച്ചത് എന്നും SIT അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുരാരി ബാബുവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ 6ാം പ്രതിയാണ് മുരാരി ബാബു. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി മുരാരി ബാബു അന്തരിച്ചിരിക്കുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ഫുട്ബോൾ ലോകകപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ബോസ്നിയയ്ക്കെതിരെ ആതിഥേയരായ കാനഡയ്ക്ക് ആശ്വാസ സമനില. 78-ാം മിനിറ്റിൽ കെയ്ൽ ലാരിനാണ് കാനഡയുടെ സമനില ഗോൾ നേടിയത്. 21-ാം മിനിറ്റിൽ ജോവോ ലുക്കിച്ചാണ് ബോസ്നിയയ്ക്കായി ഗോൾ അടിച്ചത്. പകരക്കാരനായി ഇറങ്ങിയ ലാരിൻ 4 മിനിറ്റിനുള്ളിൽ തന്നെ കാനഡയുടെ രക്ഷകനായി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇറ്റലിയെ അട്ടിമറിച്ച് ലോകകപ്പിനെത്തിയ ബോസ്നിയ ആദ്യ കളിയിൽ തന്നെ മികവ് പുറത്തെടുത്തു. 1904-ൽ ഫിഫ രൂപീകരിച്ച് ഒരു ലോകകപ്പ് എന്ന ആശയത്തിലേക്ക് എത്താൻ 2 പതിറ്റാണ്ടിലധികമാണ് എടുത്തത്. ആദ്യ ഫിഫ പുരുഷ ലോകകപ്പ് 1930-ൽ ഉറുഗ്വേയിലായിരുന്നു നടന്നത്. അർജന്റീനയെ പരാജയപ്പെടുത്തി കിരീടം നേടിയതും ഉറുഗ്വേ ആയിരുന്നു. കാൽപന്ത് കളിയുടെ അന്താരാഷ്ട്ര ഭരണസമിതിയായ ഫിഫ 1904-ൽ സ്ഥാപിതമായെങ്കിലും ഒരു ലോകകപ്പ് എന്ന ആശയം ഉയർന്നു വരാൻ 2 പതിറ്റാണ്ടിലധികം എടുത്തു. ഒളിമ്പിക്സിന് പുറത്തുള്ള ഒരു വേദിയിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ പ്രതിഭകളെ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ആശയം. വെറും 13 ടീമുകളുമായി 1930 ജൂലൈ 13-നാണ് ആദ്യ ഫിഫ ലോകകപ്പ് ഉറുഗ്വേയിൽ നടന്നത്. മോണ്ടെവീഡിയോയിൽ നടന്ന ആദ്യത്തെ പുരുഷ ലോകകപ്പ് മത്സരം യോഗ്യതാ മത്സരങ്ങളില്ലാതെ നടന്ന ഒരേയൊരു ലോകകപ്പായിരുന്നു. ഫിഫയിൽ അഫിലിയേറ്റ് ചെയ്തിരുന്ന എല്ലാ രാജ്യങ്ങളെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ടീമുകളുടെ എണ്ണം പരിമിതപ്പെടുത്തി. തെക്കേ അമേരിക്കയിലേക്ക് എത്താൻ ടീമുകൾക്ക് ദീർഘവും ദുഷ്കരവുമായ യാത്രകൾ നടത്തേണ്ടി വരുന്നതിനാലായിരുന്നു ഈ തീരുമാനം. അതിനാൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും രാജ്യങ്ങളിൽ മാത്രമായി പങ്കാളിത്തം പരിമിതപ്പെടുത്തി. 3 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. മത്സരങ്ങളിൽ പലതിലും ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവങ്ങളും ഉണ്ടായി. ജൂലൈ 15-ന് നടന്ന മത്സരത്തിൽ അർജന്റീന ഫ്രാൻസ് മത്സരത്തിനിടെ ബ്രസീലിയൻ റെഫറി ഗിൽബർട്ടോ റീഗോ 90-ാം മിനിറ്റിന് പകരം 84-ാം മിനിറ്റിൽ മത്സരം അവസാനിച്ചു എന്ന സൂചന നൽകി വിസിൽ മുഴക്കിയത് ആശങ്കയുണ്ടാക്കി. ഗ്രൗണ്ട് വിട്ടുപോയ കളിക്കാരെ തിരിച്ചു വിളിക്കുകയും പിന്നീട് അവസാന 6 മിനിറ്റ് കളിക്കുകയും ചെയ്തു. 1930-ലെ ഫൈനലിൽ ഉറുഗ്വേ അർജന്റീനയെയാണ് നേരിട്ടത്. അത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പോരാട്ടമായിരുന്നു. 4-2 എന്ന സ്കോറിന് വിജയിച്ച ഉറുഗ്വേ ഫിഫ ലോകകപ്പിലെ ആദ്യ ചാമ്പ്യന്മാരായി. ഈ വിജയം രാജ്യമെമ്പാടും വലിയ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു.
അന്താരാഷ്ട്ര ഫുട്ബോളിലെ ആദ്യകാല ശക്തി കേന്ദ്രമായി ഉറുഗ്വേ മാറി. ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ ഫ്രാൻസിന്റെ ലൂസിയൻ ലൊറന്റാണ് നേടിയത്. വെല്ലുവിളികളും പരിമിതമായ പങ്കാളിത്തവും ഉണ്ടായിരുന്നിട്ടും 1930 ലോകകപ്പ് വിജയകരമായിരുന്നു. അന്നു മുതൽ ഒരു ആഗോള ഫുട്ബോൾ ടൂർണമെന്റ് എന്ന യാഥാർത്ഥ്യം ആവേശത്തോടെ കായിക പ്രേമികൾ ഏറ്റെടുക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പിൽ നാളെ വമ്പന്മാർ പോരാട്ടത്തിനിറങ്ങും. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ 5 മത്സരങ്ങളാണുള്ളത്. ഏറെ ആരാധകരുള്ള ബ്രസീൽ, ജർമ്മനി ടീമുകളും നാളെ കളത്തിലിറങ്ങുന്നുണ്ട്. രാത്രി സ്വിറ്റ്സർലൻഡിനെ നേരിടുന്ന ഖത്തർ ടീമിൽ ഒരു മലയാളി തിളക്കവും ഉണ്ട്. രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടുന്നത്. ഗ്രൂപ്പ് ബിയിൽ ശക്തരായ എതിരാളികൾക്കൊപ്പമുള്ള ഖത്തർ തങ്ങളുടെ 2ാം ലോകകപ്പിനായാണ് ബൂട്ട് കെട്ടുന്നത്. ലോകകപ്പിന്റെ മൈതാനത്ത് ആദ്യമായി ഒരു മലയാളി പന്തു തട്ടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഖത്തർ ടീമംഗമായ തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന തലശ്ശേരിക്കാരനിലൂടെ ആദ്യമായി ഒരു മലയാളി ലോകകപ്പിൽ പന്തു തട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള മലയാളികൾ. സാധ്യതാ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ 19-കാരൻ. നേരത്തെ UAE തോൽപ്പിച്ചാണ് ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയത്. അതേസമയം യൂറോ 2024 ക്വാർട്ടർ ഫൈനൽ വരെ മുന്നേറാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്വിസ് പട ഇത്തവണ ലോകകപ്പിനായി ഇറങ്ങുന്നത്. പുലർച്ചെ 3:30 ബ്രസീൽ മൊറോക്കോയെ നേരിടും. ടൂർണമെന്റിന്റെ എല്ലാ പതിപ്പുകളിലും പങ്കെടുത്ത ഒരേയൊരു ടീമാണ് ബ്രസീൽ. കൂടാതെ 5 തവണ റെക്കോർഡ് ചാമ്പ്യന്മാരുമാണ്. എന്നിരുന്നാലും 2002 ശേഷം അവർക്ക് ട്രോഫി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻപ് കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ക്വാർട്ടർ ഫൈനലിൽ തന്നെ പുറത്തായി. ഏറെ ഫാൻസുള്ള നെയ്മറിലാണ് പ്രതീക്ഷ. അതേസമയം മികച്ച ടീമിനെയാണ് മൊറോക്കോ ഇത്തവണ ലോകകപ്പിന് ഇറക്കിയിരിക്കുന്നത്. 2025 ഫിഫ അണ്ടർ-20 ലോകകപ്പ് കിരീടം ചൂടിയത് മൊറോക്കോ ആയിരുന്നു. യുവനിരയാണ് മൊറോക്കോയുടെ കരുത്ത്. നാളെ രാവിലെ 6:30 ഹെയ്തി സ്കോട്ട്ലൻഡിനെ നേരിടും. 52 വർഷത്തിനു ശേഷമാണ് ഹെയ്തി ലോകകപ്പിനിറങ്ങുന്നത്. 1974 ഹെയ്തി അവസാനമായി ലോകകപ്പ് കളിച്ചത്. പിന്നീട് ഒരിക്കലും ലോകകപ്പ് യോഗ്യത നേടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. 2010 ഭൂകമ്പത്തിൽ തകർന്ന രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അതേസമയം 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ സ്കോട്ട്ലൻഡ് കളത്തിലിറങ്ങുന്നത്. രാത്രി 9:30 ടർക്കി ഓസ്ട്രേലിയയെ നേരിടും. 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ തുർക്കി ഇറ്റാലിയൻ പരിശീലകനായ വിൻസെൻസോ മൊണ്ടല്ലയുടെ കീഴിലാണ് കളത്തിലിറങ്ങുന്നത്. ഫിഫ ലോകകപ്പിൽ തുടർച്ചയായി 6ാം തവണയാണ് ഓസ്ട്രേലിയ യോഗ്യത നേടുന്നത്. ആകെ 7 തവണ ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട്. രാത്രി 10:30 ജർമ്മനി കുറാസോയെ നേരിടും. നിരവധി ആരാധകരുള്ള മറ്റൊരു ടീമാണ് ജർമ്മനി. ലോകകപ്പിനുള്ള ജർമ്മനിയുടെ 26-അംഗ ടീമിൽ വെറ്ററൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ ഇടം നേടിയെന്നതാണ് പ്രത്യേകത. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ചാണ് കുറാസോ എത്തുന്നത്. വെറും 444 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഡച്ച് കരീബിയൻ ദ്വീപ് രാജ്യം ലോകകപ്പിനെത്തുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ്. ജനസംഖ്യ 1.5 ലക്ഷം മാത്രമുള്ള കുറാസോ തോൽവി അറിയാതെയാണ് ലോകകപ്പിലെത്തിയത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഡാലസിലെ AT&T സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതകൾ വിവരിക്കുകയാണ് ചന്ദ്രിക എഡിറ്ററും രാജ്യാന്തര സ്പോർട്സ് ലേഖകനുമായ കമാൽ വരദൂർ. സെമിഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് ഈ സ്റ്റേഡിയം വേദിയാകും. ഞാനിപ്പോൾ ഉള്ളത് AT&T. നമ്മൾ ഇനി ഫുട്ബോൾ ലോകം പരിചയപ്പെടാൻ പോകുന്ന വലിയ കളിമുറ്റങ്ങളിൽ ഒന്നാണിത്. അതായത് ഡാലസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ 4ാമത്തെ മെട്രോ സിറ്റിയാണ്. ആ സിറ്റിയിലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഏകദേശം ഇതിൻ്റെ വിസ്തൃതിയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഡാലസ് എന്ന് പറയുന്ന മെട്രോ സിറ്റി വരുന്നത് കേരളത്തിൻ്റെ പകുതിയോളം ആ രീതിയിലുള്ള ഒരു സിറ്റിയാണ് ഡാലസ് എന്ന് പറയുന്നത്. ആ ഡാലസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളിമുറ്റമാണിത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80,000 കാണികൾക്ക് ഒരേ സമയം ഇവിടെ കളി കാണാം. ഏകദേശം 1 ലക്ഷം വരെ ആ സംഖ്യ പോവും വേണമെങ്കിൽ. പിന്നീട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡൂംഡ്, അതായത് നിങ്ങൾ ടോപ്പിലൊക്കെ നോക്കിയാൽ മേൽക്കൂര വളരെ വിസ്തൃതിയുള്ള ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നായിട്ടും ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക ഇത്തവണ വേൾഡ് കപ്പ് 11 സ്ഥലങ്ങളിലായിട്ടാണ്. ഈ 11ൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ AT&T സ്റ്റേഡിയം. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 11 മത്സരങ്ങളുണ്ട്. അതൊരു സെമി ഫൈനൽ ഉൾപ്പെടെ വലിയ മത്സരങ്ങൾ. മറ്റൊന്ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. മെസ്സി എന്ന് പറയുന്ന താരം, അദ്ദേഹമൊക്കെ അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന സ്റ്റേഡിയവും ഈ AT&T സ്റ്റേഡിയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വേദി എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന, അതായത് നമ്മളിപ്പം 14-ാം തീയതി തൊട്ടാണ് ഇവിടെ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ജൂലൈ 19 ഫൈനൽ വരെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന വേദികളിൽ ഒന്നായിട്ട് ഈ AT&T സ്റ്റേഡിയം മാറും.
ലോകകപ്പിന്റെ ആരവങ്ങൾ മുഴങ്ങുമ്പോൾ ഫുട്ബോൾ ആവേശത്തിലാണ് അന്തിക്കാട് KGM LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. 48 രാജ്യങ്ങളുടെ പതാകകൾ കയ്യിലേന്തി ഇഷ്ടപ്പെട്ട ടീമിന്റെ ജേഴ്സിയും അണിഞ്ഞ് 600ഓളം കുരുന്നുകൾ റാലി നടത്തി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ CV പാപ്പച്ചൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശം കുട്ടികളിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കുന്നതിനായാണ് തൃശൂർ അന്തിക്കാട് KGM സ്കൂളിൽ ലോകകപ്പ് വിളംബര റാലി സംഘടിപ്പിച്ചത്. കുട്ടികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞാണ് റാലിക്കെത്തിയത്. മുഖത്ത് ചായം തേച്ചും ഫുട്ബോളും ആരാധകരുടെ ചിത്രങ്ങളും കയ്യിലേന്തിയും ഗാനത്തിന് നൃത്തം വെച്ച് കുട്ടികൾ ആഹ്ലാദിച്ചു. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു കുട്ടികളെത്തിയത്. ബ്രസീൽ, അർജന്റീന, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വാനിൽ പാറിപ്പറന്നു. മെസ്സി, റൊണാൾഡോ, നെയ്മർ തുടങ്ങി ലോക പ്രശസ്ത താരങ്ങളുടെ ജേഴ്സികൾ ധരിച്ച കുട്ടികൾ ഫുട്ബോൾ ആവേശം പകർന്നു. എല്ലാ കുട്ടികളും വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വിളംബര റാലിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. വേൾഡ് കപ്പിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര റാലി വളരെ വിജയമാക്കി തീർക്കാനായിട്ട് രക്ഷിതാക്കളും കുട്ടികളും PTA-ക്കാരും അധ്യാപകരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ കണ്ടത്. വളരെ നല്ലൊരു റാലി നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ CV പാപ്പച്ചൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹെഡ് മാസ്റ്റർ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് ലിയോ P ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. മലയിടംതുരുത്ത് ഭൂമി തർക്കത്തിൽ സമവായ നീക്കങ്ങൾ അനിശ്ചിതത്വത്തിൽ ഇന്നലെ നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു. മന്ത്രി റോജി M ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. AT അശ്വതിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വതി, ഈ പ്രശ്നത്തിൽ ഒരു സമവായമൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ അനിശ്ചിതത്വത്തിന്റെ പ്രധാന കാരണം എന്താണ്? എപ്പോഴായിരിക്കും ഇനിയിപ്പോൾ ഒരു ചർച്ചയുണ്ടാവുക? മായ അല്പസമയത്തിനകം 8:30 മലയിടംതുരത്തിന്റെ സമരസമിതി മാധ്യമങ്ങളിൽ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു തീരുമാനം അവർ ഒരു 8:30 വ്യക്തമാക്കും. ഇന്നലെ ഈ പരാതിക്കാരായിട്ടുള്ള കണ്ണൂത്ത് ശങ്കരൻ നായർ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ ചർച്ചയ്ക്ക് വിസമ്മതിച്ചതാണ് ഇന്നലെ ചർച്ച നടക്കാതിരിക്കാനുള്ള കാരണം. മന്ത്രി റോജി M ജോണിന്റെ നേതൃത്വത്തിലാണ് ഈ 2 ദിവസമായിട്ട് എറണാകുളം കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിൽ ഈ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസത്തെ ചർച്ചയിൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ 2ാം ദിവസത്തിൽ ഈ ചർച്ചയ്ക്ക് ഒരു വിഭാഗം ചർച്ചയിൽ നിന്ന് പിന്മാറിയതാണ് ഈ പ്രശ്നം വീണ്ടും ഈ അനിശ്ചിതാവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം. ഈ വിഷയത്തിൽ ഇരു കൂട്ടരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിൽ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ ഇത് തങ്ങളുടെ ഭൂമിയാണ്, അത് സുപ്രീം കോടതി വിധിയുണ്ട്, ആ വിധി നടപ്പിലാക്കണമെന്ന ഒരു തീരുമാനത്തിൽ തന്നെ, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ഇവിടെ നിന്നും ഇറങ്ങാനായിട്ട്, ആ ഭൂമി വിട്ടുകൊടുക്കാനായിട്ട് ഈ ദളിത് കുടുംബാംഗങ്ങൾ വിസമ്മതിക്കുകയാണ്. ഈ ഒരു പ്രശ്നം ഇതുവരെ ഒരു പൂർണ്ണമായ ഒരു സമവായ നീക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കോ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ സമരസമിതിക്ക് CPM-ന്റെ പ്രാദേശിക CPM-ന്റെ പിന്തുണയുമുണ്ട്, ശക്തമായ പിന്തുണയുമുണ്ട്. എന്തായാലും അവരുടെ ഒരു ഇനി മുന്നോട്ടുള്ള ഒരു നീക്കം എങ്ങനെയാണ് എന്ന് അല്പസമയത്തിനകം തന്നെ അവർ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മായ, ശരി. എന്തായാലും മലയിടംതുരുത്ത് ഭൂമി തർക്കത്തിൽ ഈ സമരസമിതി അല്പസമയത്തിനകം 8:30 മാധ്യമങ്ങളെ കാണും നിലപാട് വ്യക്തമാക്കുമെന്നാണ് അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീത കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് 1 വർഷം. കാട്ടാനയുടെ ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന് ഉറപ്പായിട്ടും ഭർത്താവ് ബിനുവിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് വനം വകുപ്പ് ശ്രമിച്ചത്. ഭാര്യയുടെ ഘാതകൻ എന്ന ആരോപണം കേൾക്കേണ്ടി വന്നതിന്റെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ബിനു ഇനിയും മുക്തനായിട്ടില്ല. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായവും ഈ കുടുംബത്തിന് നിഷേധിച്ചു. പീരുമേട്ടിൽ കാട്ടാന കൊലപ്പെടുത്തിയ ആദിവാസി സ്ത്രീ സീതയുടെ ഭർത്താവ് ബിനുവാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. സീതയുടെ ഘാതകനെന്ന് വനപാലകർ മുദ്ര ചാർത്തിയത് ബിനുവിനെയാണ്. ജൂൺ 13 വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് ബിനുവും ഭാര്യ സീതയും മക്കളും പീരുമേട് മീൻമുട്ടി വനമേഖലയിലേക്ക് പോയത്. ഇതിനിടെ അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ഞങ്ങൾ പോയ വഴിക്ക് ഞങ്ങൾ ഒരു ദിവസം അതുമങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഞാൻ മുന്നേ ചാടുകയും ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത്. സീതയെ ആന തട്ടിയെറിഞ്ഞു. ഭാര്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ബിനുവിനും പരിക്കേറ്റു. എന്നാൽ ബിനുവിനെ പ്രതിക്കൂട്ടിലാക്കാനാണ്
വനം വകുപ്പും സീതയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ശ്രമിച്ചത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടറും DFIയും കൂടെ ഒത്തുകൊണ്ടുള്ളൊരു കൂടാലോചനയുടെ പേരിലാണ് അങ്ങനൊരു സംഭവം നടന്നത്. അന്ന് ഈ കാട്ടാനയുടെ ചവിട്ടേറ്റാണ് സീത മരിക്കുന്നതെന്ന് ബിനുവിൻ്റെ മക്കളും മൊഴി നൽകിയിരുന്നു. എന്നിട്ടും നിങ്ങളെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരല്ല, വനം വകുപ്പ് എന്ന് വെച്ചാൽ വനം വകുപ്പിലെ DFO മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റുള്ള ആൾക്കാരെല്ലാം എനിക്ക് സപ്പോർട്ടായിട്ട് പറയുന്നത്. DFO മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കൊലപാതകമാണ്, ആന ഒന്നല്ല എന്ന് DFO മാത്രമേ പറഞ്ഞു. നിരപരാധിയായ ബിനുവിനെ ഭാര്യയുടെ കൊലയാളിയായി ചിത്രീകരിച്ചു. പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് സത്യം പുറത്തു വന്നത്. സത്യം തെളിഞ്ഞ അവർ സ്പോട്ടെല്ലാം പോയി കണ്ടു. അവർ സ്പോട്ടൊക്കെ പോയി കണ്ടെങ്കിൽ പോലും ക്ലിയർ ആയിട്ട് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനായിട്ട് തന്നെ പോയി കാണിച്ചെല്ലാം തെളിവ് കൊടുത്തു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും എനിക്കുണ്ടായിരുന്നു, സഹായിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും തെളിവെടുപ്പിനും എല്ലാ കാര്യങ്ങൾക്കും അവരുടെ പിന്തുണ ഉണ്ടായിരുന്നു. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് നൽകേണ്ട സാമ്പത്തിക സഹായം ഇതുവരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇതേവരെ ഒന്നും കിട്ടിയിട്ടില്ല. അവർ അതേപ്പറ്റി ഒരു കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടുമില്ല. സർക്കാർ വാഗ്ദാനങ്ങൾ പാഴ്വാക്കുകളാകുമ്പോൾ ബിനുവിനെ പോലെയുള്ളവർക്ക് പറയാനുള്ളത് നീതി നിഷേധത്തിന്റെ കഥകൾ മാത്രമാണ്. പീരുമേട്ടിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കൈവശക്കാർക്ക് ഇനി സ്വന്തം മണ്ണിൽ നിർഭയം ജീവിക്കാം. കാൽനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു. നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമാണ് ചിന്നക്കനാലിൽ ഭൂവുടമകൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. ഇത് കേവലം ഒരു കടലാസല്ല. ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ ജനങ്ങൾ കാൽനൂറ്റാണ്ട് കാലം കാത്തിരുന്ന തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമാണ്. 2 തലമുറകളുടെ കണ്ണീരിനും പോരാട്ടങ്ങൾക്കുമാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ரெண்டு தலைமுறையா காத்திருந்தோம். இப்போ எங்களுக்கு இந்த பட்டயம் கிடைச்சிருக்கு. அதற்கு ரொம்ப சந்தோஷம். 5 പതിറ്റാണ്ട് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത സർവേ നമ്പർ 121 ഉൾപ്പെട്ട 49 ഏക്കറോളം വരുന്ന ഭൂമിയാണ് വിതരണം ചെയ്തത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായി പട്ടയം അനുവദിച്ചു. 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരുമാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറിയിരിക്കുന്നത്. ദേവികുളം MLA F. രാജ പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തടസ്സമില്ലാതെ ഇനി പട്ടയം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ചിന്നക്കനാലിൽ ഈ പെൻഡിങ്ങുള്ള പട്ടയമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇനിയും കൊടുക്കാനുള്ള പട്ടയമെല്ലാം നമ്മൾ യോഗം കൂടി തീരുമാനിച്ച് ബാക്കിയുള്ള പട്ടയമെല്ലാം കൊടുക്കുന്നതാണ്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. അമൃത ന്യൂസ്, ഇടുക്കി. ഇനി വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, പോയ വാരം വിപണിയെ എങ്ങനെ വിലയിരുത്തുന്നു? നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. പല ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന സമ്മർദ്ദവും ഒപ്പം തന്നെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും പതിവാണെങ്കിൽ കൂടിയും അവസാന ദിവസം ഉണ്ടായിട്ടുള്ള വലിയൊരു നിക്ഷേപ താല്പര്യം മൊത്തത്തിൽ ഒരാഴ്ചയിൽ വിപണിയെ നേട്ടത്തിലെത്തിച്ചു. 1.1% നേട്ടമാണ് മുൻനിര ഓഹരി സൂചികളിൽ ഉണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. ഒട്ടുമിക്ക മേഖലകളിലും നിക്ഷേപ താല്പര്യം ഉണ്ടായെങ്കിൽ കൂടിയും ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള മികച്ച താല്പര്യമാണ് ഇന്നലെ വിപണിയെ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. വരും ദിവസങ്ങളിലും വിപണിയിൽ മുന്നേറ്റം തുറന്നേക്കും എന്നുള്ളതിന്റെ ഒരു സൂചന നൽകിയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. മുൻനിര സൂചികയായ നിഫ്റ്റി 23,500 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം നടക്കുകയും അതിന് മുകളിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി 23,800 എന്നുള്ള നിലവാരത്തിൽ ഒരു നേരിയ പ്രതിരോധം ഉണ്ടെങ്കിൽ കൂടിയും അത് മറികടന്ന് അടുത്ത ആഴ്ച 24,000 നീങ്ങിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് സഹായകരമായ ഘടകങ്ങളെന്ന് നിലനിൽക്കുന്നതും ആഗോള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും US ഇറാൻ തമ്മിലുള്ള സമാധാന കരാർ ഉടൻ പ്രാബല്യത്തിൽ വന്നേക്കുമെന്ന് G7 നേതാക്കളെ
ോടുള്ള ഒരു അറിയിച്ചതും US പ്രസിഡന്റിന്റെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും എല്ലാമാണ് ഇന്നലെ വിപണിയിൽ ഈ ഒരു രീതിയിലൊരു നേട്ടത്തിന് കാരണമായത്. മാത്രമല്ല എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവും $90 താഴേക്ക് എണ്ണവില എത്തിയത് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടിവ് കൂടുതൽ ഉണ്ടായേക്കും എന്നുള്ളതിന്റെ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം അനുകൂലമായി നിലനിൽക്കുന്നതാണ് വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപം തുടരും എന്നുള്ള പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. എന്തായാലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുടരാമെങ്കിൽ കൂടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 24,000 എന്ന നിലവാരത്തിലേക്ക് മുൻനിര സൂചികയായ നിഫ്റ്റി എത്തിയേക്കും. അല്ലെങ്കിൽ അത് ആ പ്രതിരോധവും മറികടന്ന് വ്യാപാരം നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും അടുത്ത ആഴ്ചയിലും വിപണിയിൽ നേട്ടം ആവർത്തിച്ചേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി, വിപണി വിലയിരുത്തുകയായിരുന്നു കെ ദിലീപ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് തൃശൂർ ജില്ലാ കളക്ടറേറ്റിലാണ് കുടുംബാംഗങ്ങൾക്കുള്ള ചെക്ക് കൈമാറിയത്. 16 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതമാണ് കൈമാറിയത്. മുണ്ടത്തിക്കോട് അപകടം വളരെ ദുഃഖിപ്പിച്ചുവെന്നും തൃശൂർകാരൻ എന്ന നിലയിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് തന്റെ കടമയാണെന്നും TS കല്യാണരാമൻ പറഞ്ഞു. പ്രഖ്യാപിച്ച ധനസഹായം അർഹരായ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ പിന്തുണ നൽകിയ ജില്ലാ ഭരണകൂടത്തിന് കല്യാൺ ജ്വല്ലേഴ്സ് നന്ദി അറിയിച്ചു. 16 പേര് മരണപ്പെടുക വലിയൊരു ദുരന്തം ഇന്നും ജനഹൃദയങ്ങളിൽ അടിഞ്ഞു കിടക്കുകയാണ്, ദുഃഖമായി നിൽക്കുകയാണ്. ഇതറിഞ്ഞ ഉടനെ ഞാൻ ആ തിരുവമ്പാടി അവിടേക്ക് പോയി അതിലൊരാളുടെ മൃതദേഹം ദഹിപ്പിക്കുന്ന ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ആ കുടുംബങ്ങൾ കരയുന്നതും സങ്കടപ്പെടുന്നതും കണ്ട് കയ്യോടെ ഞാൻ മരണപ്പെടുന്ന എല്ലാവർക്കും 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. 5 ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തിലല്ല. എത്രയുണ്ടെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു അംഗം പോയി പിന്നെ ആ കുടുംബം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതുമാതിരി കുറേ പേര് സഹായിച്ചേ പറ്റൂ. ആ 5 ലക്ഷം 16 പേർക്കും കൊടുക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ട് കൊടുപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ ഒരു കൃതാർത്ഥതയുണ്ട്, നന്ദിയുണ്ട്. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെത്തിയ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കൊല്ലം അമൃതപുരി ആശ്രമം സന്ദർശിച്ചു. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സ്നേഹം, സേവനം, ആത്മീയത എന്നീ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് പകരുന്നതിന്റെ പ്രാധാന്യം പ്രതിഫലിക്കുന്നതായിരുന്നു ഈ ആത്മീയ സംഗമം. കൊല്ലം അമൃതപുരിയിലെത്തിയ RSS സർസംഘചാലക് മോഹൻ ഭാഗവതിനെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും RSSന്റെ മുതിർന്ന കാര്യകർത്താക്കളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. ആത്മീയതയും സമൂഹ സേവനവും ചർച്ചയായ അപൂർവ കൂടിക്കാഴ്ചയ്ക്ക് അമൃതപുരി വേദിയായി. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മോഹൻ ഭാഗവത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും 13-ന് തൃശൂരിലും നടക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊല്ലം.